നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഏറെ നടുക്കിയ ഒരു മരണവാർത്തയായിരുന്നു കോതമംഗലത്തെ 23-കാരിയായ യുവതിയുടെ ആത്മഹത്യ. ഏതായാലും ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോൾ ആത്മഹത്യയിൽ അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. തമിഴ്നാട് സേലത്ത് നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കോതമംഗലത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും. ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു. നിലവിൽ റിമാൻഡിലുള്ള റമീസിനായി സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കസ്റ്റഡിയിൽ കിട്ടുന്ന മുറയ്ക്ക് വിശദമായി ചോദ്യം ചെയ്യും. യുവതി ആത്മഹത്യ ചെയ്തത് മതം മാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണെന്നാണ് പോലീസിന്റെ നിഗമനം. റമീസ് തന്റെ ഫോൺ പോലും എടുക്കാത്തത് പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഇതോടെയാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. കേസിൽ റമീസിന്റെ രക്ഷിതാക്കൾക്കും പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും കേസിൽ പ്രതി ചേർക്കുന്നത്. ആത്മഹത്യക്കുറിപ്പിൽ ഇവർക്കെതിരെയും പരാമർശമുണ്ടായിരുന്നു. കോതമംഗലം കറുകടത്ത് സ്വദേശിയായ TTC വിദ്യാർത്ഥിനിയും പാനായിക്കുളത്തെ റമീസും പ്രണയത്തിലായിരുന്നു. വിവാഹം ചെയ്ത് റമീസിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനായിരുന്നു പെൺകുട്ടിയുടെയും തീരുമാനം. എന്നാൽ ഇതിനിടെ ഇരുവർക്കുമിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇരുവരുടെയും ഗൂഗിൾ അക്കൗണ്ടുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നു. റമീസ് ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തതും വിവരങ്ങൾ അന്വേഷിച്ചതും ഇടപ്പള്ളിയിൽ പോയതിന്റെ ഗൂഗിൾ റൂട്ട് മാപ്പും പെൺകുട്ടിക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇതോടെയാണ് തർക്കമായതെന്ന് പോലീസ് പറയുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും മർദ്ദിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യക്കുറിപ്പിൽ റമീസ് മതം മാറ്റത്തിന് നിർബന്ധിച്ചിരുന്നതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്റ്റർ മാരേജിനെന്ന വ്യാജേന തന്നെ റമീസിന്റെ വീട്ടിലെത്തിച്ച് മതം മാറിയാൽ കല്യാണം നടത്തിത്തരാമെന്ന് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചെന്നും ഇതിന് വഴങ്ങാത്ത തന്നോട് റമീസും വീട്ടുകാരും ക്രൂരത തുടർന്നെന്നും കുറിപ്പിലുണ്ട്. അതായത് എന്താണ് റമീസിന്റെ വീട്ടുകാർ തന്നോട് ചെയ്തിട്ടുള്ള ക്രൂരത എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പെൺകുട്ടി മരണമടഞ്ഞിരിക്കുന്നത്. റമീസ് ചെയ്ത തെറ്റുകൾ മനസ്സിലായിട്ടും അവന്റെ വീട്ടുകാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മകൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ മകൻ ഇത്തരത്തിലുള്ള പല മറ്റുള്ള വഴികളിലൂടെ മോശമായിട്ടുള്ള വഴികളിലൂടെ പോകുന്നത് കണ്ടിട്ടും അതൊന്നും തന്നെ തടഞ്ഞില്ലെന്നും ഈ ഒരു കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. തന്നോട് മരിച്ചോളാൻ റമീസ് പറഞ്ഞെന്നും കുറിപ്പിലുണ്ട്. യുവതിയെ റമീസിന്റെ വീട്ടിൽ പൂട്ടിയിട്ട ശേഷം മതം മാറണമെന്നാവശ്യപ്പെട്ട് മർദ്ദിച്ചതായി യുവതിയുടെ സുഹൃത്ത് ബന്ധുക്കളോട് പറഞ്ഞു. റമീസിനൊപ്പം മാതാപിതാക്കളും റമീസിന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നുവെന്നും സുഹൃത്ത് പറഞ്ഞതായി യുവതിയുടെ ബന്ധുക്കൾ വ്യക്തമാക്കി. മതം മാറ്റിയെടുക്കുക മാത്രമായിരുന്നു റമീസിന്റെ ലക്ഷ്യമെന്നും യുവതിയുടെ മാതാവ് പറഞ്ഞു. റമീസിന്റെ കൂട്ടുകാരൻ സമദും കസ്റ്റഡിയിലായി. വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ യുവതി മതം മാറില്ലെന്ന തീരുമാനത്തിലെത്തി. അനാശാസ്യ പ്രവർത്തനത്തിന് റമീസ് പിടിയിലായിട്ടും താൻ ക്ഷമിച്ചതായും യുവതിയുടെ കുറിപ്പിലുണ്ട്. മരിക്കും മുമ്പ് ആത്മഹത്യക്കുറിപ്പ് റമീസിന്റെ മാതാവിന് യുവതി ഫോണിൽ അയച്ചു കൊടുത്തിരുന്നു. അവർ അറിയിച്ചതനുസരിച്ച് യുവതിയുടെ മാതാവ് വീട്ടിലെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആലുവയിലെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് റമീസും യുവതിയും പ്രണയത്തിലാകുന്നത്. വിവാഹം നടത്താനും വീട്ടുകാർ ധാരണയിലെത്തിയതാണ്. പിന്നീടുണ്ടായ സംഭവങ്ങളാണ് യുവതിയുടെ ആത്മഹത്യയിലെത്തിയത്. മതം മാറ്റ ആരോപണത്തിൽ പോലീസും അന്വേഷണം നടത്തിവരികയാണ്. സത്യമെന്ന് തെളിഞ്ഞാൽ റമീസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. പിതാവിന്റെ മരണത്തിന്റെ 40-ാം നാളാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. മാനസികമായി ഏറെ തകർന്ന പെൺകുട്ടിയെ റമീസും വീട്ടുകാരും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തന്റെ മരണക്കുറിപ്പിൽ പെൺകുട്ടി വ്യക്തമാക്കുന്നു. റമീസിനെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് യുവതിയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും യുവതിയുടെ സഹോദരനും പറയുന്നുണ്ട്. ആത്മഹത്യക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പിന്നീട് അത് ആത്മഹത്യ പ്രേരണ കുറ്റമായി. റമീസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും മർദ്ദിച്ചതിനും കേസെടുത്തത്. ഏതായാലും പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് തന്റെ ആത്മഹത്യക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റമീസിന്റെ മാതാപിതാക്കളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്കും ഈ ക്രൂരകൃത്യത്തിൽ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള തെളിവുകളും പെൺകുട്ടി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് മരിച്ചിരിക്കുന്നത്. ഏതായാലും ഇവരെ കൂടി അറസ്റ്റ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമായിരിക്കും പിന്നിലുള്ള കാരണം വ്യക്തമാവുകയുള്ളൂ.